ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ദേ രാവിലത്തെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നുള്ള തിരക്കിലാണ് കേട്ടോ. തിരക്കല്ല, ആ ഒരു ഇതിലാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ഒത്തിരി നാളായി നമുക്ക് ഈ ഗോതമ്പ് ദോശ ഈ അടുക്കളയിൽ നിന്നും പോയിട്ട്. അപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റേഷൻ്റെ ഗോതമ്പ് പൊടി കിട്ടിയായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് ഞാൻ ഗോതമ്പ് ദോശയും പിന്നെ ദാ ചിക്കൻ കറിയുണ്ട്, അതിന്ന് ചുടാന്ന് വെച്ച് രാവിലത്തെ. ഇനി ഉച്ചക്കത്തേനുള്ളത് എന്തുവാന്ന് പിന്നെ തീരുമാനിക്കണം. പിന്നെ ചിക്കൻ ഫ്രൈയും ഇരിപ്പുണ്ട്. പിന്നെ ഇത് വരൂ കാണിച്ചു തരാം എന്താണെന്ന്. കണ്ടോ, ഇത് മഞ്ഞൾപ്പൊടി കലക്കി വെള്ളമൊന്നുമല്ല, എൻ്റെ കഷായമാണ് കേട്ടോ. വേദനയല്ലേ എനിക്ക്, പിന്നെ ഇരുന്ന് സംസാരിക്കാം. ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല, വേദന കൂടും. മരുന്ന് വെള്ളമാണിത്. ഇതിനകത്ത് കുറച്ചധികം പച്ചിലയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള മരുന്നാണ്. ഇത് കഴിക്കുമ്പം നമ്മുടെ എന്തായിരുന്നു വെച്ചാൽ രക്തം ശുദ്ധീകരിക്കുകയും അത് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതല്ലാതെ നമുക്ക് ദാണ്ടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന കഷായം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടാറണം. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി കേട്ടോ. അപ്പം നമുക്ക് കാണാവേ. അടുക്കള പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ, അതുകൊണ്ടാണ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡോറ പറഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാം. കുറേ നാളായി ഡോറയായിട്ടൊക്കെ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഞാൻ തന്നെയല്ലേ എപ്പോഴും പോകുന്നത്, ഡോറയും കൊണ്ട് പോകാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡോറ ഇങ്ങനെ പറഞ്ഞ് നമുക്കൊന്ന് അതുകൊണ്ട് എനിക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോറയും കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നു. അങ്ങനെ ചെറിയൊരു പർച്ചേസ് കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഒത്തിരി സാധനമൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ. പക്ഷേ ഡോറയ്ക്ക് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഏതെടുക്കണം, ഞങ്ങളിവിടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയാൽ പോയി എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോറയ്ക്ക് എന്തെടുക്കണം, ഇങ്ങോട്ട് നോക്കണം എന്നൊന്നും അറിയില്ല. കാരണം കുറേ നാളിന് ശേഷമല്ലേ പുറത്തോട്ട് ഇറങ്ങുന്നത്. കടയൊക്കെ കാണുന്നതൊക്കെ കുറേ നാളിന് ശേഷം. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വർഷങ്ങളായി. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഞാനും ഡോറയായിട്ട് പർച്ചേസിന് പുറത്തോട്ട് പോയത്. പക്ഷെ അതിന് ശേഷം പിന്നെ ഡോറ തളർന്നു പോയിക്കെ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ പുറത്തോട്ടൊന്നും പോയില്ലായിരുന്നു. അങ്ങനെ ഏകദേശം 1.5 കൊല്ലത്തിന് മേളിലായി ഡോറയൊന്ന് കടകളിൽ സാധനം മേടിക്കാൻ ഡോറയായിട്ടൊന്ന് പോയിട്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കടയിലെത്തിയിരിക്കുക. അപ്പോൾ ഡോറ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കുക. എനിക്കതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മളിപ്പോൾ പിടിക്കാതെയും വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെയൊക്കെ എന്തായാലും ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെയാണ് ഇപ്പോൾ ഇത്രയും മാറ്റം വന്നത്. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ കിടന്ന ആളാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയെങ്കിലും നടക്കാൻ പറ്റുക. അതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഡോറ ഇങ്ങനെ ഓരോന്നും കണ്ട് ഇങ്ങനെ ഒത്തിരി നാളിന് ശേഷം കട കാണുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ സാധനങ്ങൾ ഇങ്ങനെ വേണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാനൊക്കെ പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്ക് അവിടെ കിൻഡർ ജോയും ചോക്ലേറ്റൊക്കെ ഇരിക്കും. അത് കണ്ടപ്പോൾ വീണ്ടും ഡോറയ്ക്ക് വിസ്മയം വന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ പെയ്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കും. നമ്മൾ വണ്ടിയിലല്ലേ, ഡോറയാണല്ലോ ഫ്രണ്ട് ഇരിക്കുന്നത്. മഴയൊക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ പനിയൊക്കെ പിടിച്ചാലോ എന്നിങ്ങനെ വിഷമിച്ച് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മാത്രമല്ല നമുക്ക് വൈകിട്ട് ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടും ഉണ്ട്, അതിനും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അങ്ങനെ പുതിയ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിൽ അമ്മ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബുജി പ്ലഗ് കുത്തുകയാണ് ഇവിടെ നിന്ന്. ബുജിയുടെ ഒറിജിനൽ മേക്കപ്പ് രൂപം കണ്ടോ, ലൈറ്റ് ഇട്ടപ്പോഴാണ് മുമ്പത്തെ വെളിച്ചം വന്നത്. ഡോറ ഷൂട്ടിങ്ങിനിടയിൽ അടുപ്പത്തിട്ട് എന്തോ വളർത്തുന്നു. ഈ കോവയ്ക്കൊന്നും നീളത്തിൽ എറിഞ്ഞിട്ടേക്കുന്നത് ചട്ടി കാണണ്ടായി നിങ്ങൾ എന്തിനാണ്. അങ്ങനെ നമ്മള് ഷൂട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ സെറ്റ്